ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ 3-ാമത്തെ ദിവസമായ ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വിഷയം എടുത്തിരിക്കുന്നത് പാപത്തിന്മേൽ പൂർണ്ണ വിജയം ലഭിപ്പാൻ നാം എന്തു ചെയ്യണം എന്നതാണ്. എന്താണ് പാപം എന്നത്? ദൈവത്തിൻ്റെ എതിരായി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമാണ്. ദൈവത്തിന് നിരക്കാത്തത് എന്തും പാപമാണ്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രവൃത്തികളും പാപം തന്നെയാണ്. ഉദാഹരണം, ഹവ്വ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന വൃക്ഷത്തിൻ്റെ ഫലം അവൾ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന സാത്താൻ്റെ വഞ്ചനയാൽ കഴിച്ചു. അതാണ് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവൃത്തിയുടെ ഒരു ഉദാഹരണം നാം ബൈബിളിൽ കാണുന്നത്. നാം പാപത്തെ സ്നേഹിക്കുന്നതിനാൽ ആണ് നാം അതിന് അടിമയായിത്തീരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപികൾക്കും പാപത്തിനും കീഴ്പ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പാപത്തിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ നാം പാപത്തെ വെറുക്കണം. അതിന് നമുക്ക് സാധിക്കുന്നുവോ എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഈ ദിവസം നമ്മളിൽ തന്നെ ഇട്ടു നോക്കുന്നത് നല്ലതായിരിക്കും. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്നതായ ആ നമ്മുടെ കർത്താവായ രക്ഷിതാവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കഷ്ടമനുഭവിച്ചവനായ ആ കർത്താവ്, നമ്മൾ അത് ശരിയായ രീതിയിൽ നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ പാപത്തെ സ്നേഹിപ്പാൻ നമ്മൾ ഇനി മുമ്പോട്ട് പോകുകയില്ല. ഇനി മുതൽ ഞാൻ ദൈവപൈതലായി ജീവിക്കും, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുകയില്ല. നമുക്ക് ഒരു തീരുമാനം എടുക്കാനാകുമോ എന്ന് ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. പാപത്തിൻ്റെ മേൽ പൂർണ്ണ വിജയം ലഭിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ദൈവവചനത്തെ സ്നേഹിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ദൈവവചനത്തെ സ്നേഹിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? 119 സങ്കീർത്തനം 63 വാക്യം ഇപ്രകാരം പറയുന്നു: നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു എന്ന്. അതായത്, നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു എന്നാണ് ഇവിടെ 119 സങ്കീർത്തനത്തിൽ പറയുന്നത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 6 വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നെ സ്നേഹിച്ചു എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർക്കാണ് ഇതൊക്കെയും നമുക്ക് ലഭിക്കുന്നത്. ഈ വചനത്തിലൂടെ ദൈവം കൽപ്പനകളെ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യണം. ദൈവവചനം ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തനങ്ങൾ 1 അധ്യായം 2 വാക്യം നമുക്കൊന്ന് നോക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു, എൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ
ഭാഗ്യവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ നമ്മൾ ധ്യാനിക്കുന്നവർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രയോജനം വരികയുള്ളൂ. 4-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മുടെ ദൈവത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെയും ക്ലിയറായിട്ട് മനസ്സിലാകും. 19-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യനും ഒരു കൂടാരം അടിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും തന്നെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവൻ്റെ കൺട്രോളിലാണ് എല്ലാം എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. അടുത്തത് 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്നിവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഇതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അതായത് നാം നിരന്തരം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ നമ്മളെ ഒരു കാരണവശാലും കൈവിടുകയില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണിത്. ദൈവവചനം ശ്രദ്ധിക്കുക കൂടി ചെയ്യണം. ദൈവവചനം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കണം. അതുപോലെ തന്നെ 5-ാമത്തേത് ദുഷ്ടചിന്തകളെ നമുക്ക് ഉപേക്ഷിച്ചേ മതിയാവൂ. 6-ാമത്തേത് ദൈവത്തെ സ്തുതിക്കണം. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ, സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ, സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. ദൈവീക രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ദൈവീക രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ കരുണ ലഭിക്കുകയുള്ളൂ. പാപത്തിൻ്റെ മേൽ പൂർണ്ണ വിജയം ലഭിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നാം ഇവിടെ കണ്ടത്. ഒന്നാമത് നാം കണ്ടത് ദൈവവചനം സ്നേഹിക്കണം. 2-ാമത്തേത് ദൈവവചനം ധ്യാനിക്കണം. മൂന്നാമത്തേത് നാം ഇവിടെ കണ്ടത് ദൈവവചനം ശ്രദ്ധിക്കണം. 4-ാമത്തേത് ദൈവവചനം അനുസരിക്കണം. 5-ാമത്തേത് ദുഷ്ടചിന്തകളെ ഉപേക്ഷിക്കണം. 6-ാമത്തേത് ദൈവത്തെ സ്തുതിക്കണം. അടുത്തത് ദൈവിക രക്ഷയിൽ പ്രത്യാശ വയ്ക്കണം എന്നതാണ്. അതിനായി നാം സമയത്തിൻ്റെ ദശാംശം ദൈവത്തിനായി മാറ്റിവെക്കണം. അതായത് ഒരു ദിവസം 2 മണിക്കൂറും 24 മിനിറ്റും അങ്ങനെ നാം അത് മാറ്റിവെക്കുന്നുവെങ്കിൽ നമുക്ക് ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതിനും വചനം വായിച്ച് ഗ്രഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സമയം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ പാദാങ്കരം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ഉറങ്ങുവാൻ കിടക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് അവൻ നേരത്തെ എഴുതി വച്ചിരിക്കുന്നതായ മുഴുവൻ ആയുസ്സും നമുക്ക് അവൻ പ്രദാനം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.